രാഘവന്റെ വാക്കുകൾ ആ മുറിയിൽ മുഴങ്ങി നിന്നു. കൊലയാളി ഇപ്പോഴും ഈ ദ്വീപിലുണ്ട്, ഒരുപക്ഷേ ഈ മുറിയിലും. ആ വാക്കുകൾ കേട്ടതും മുറിയിലുണ്ടായിരുന്നവർ ഭയത്തോടെ പരസ്പരം നോക്കി. പുറത്ത് മഴയുടെ ശക്തി കൂടിക്കൊണ്ടിരുന്നു. ആരും അനങ്ങരുത്, എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ, രാഘവൻ എല്ലാവരോടും ഉച്ചത്തിൽ പറഞ്ഞു. എന്നാൽ രാഘവൻ പറഞ്ഞു തീരും മുമ്പ് പ്രകൃതി അതിന് ഭീകരമായ ഒരു മറുപടി നൽകി. അതിശക്തമായ കാറ്റിൽ പുറത്തുനിന്നൊരു വലിയ മരക്കൊമ്പ് ജനൽ ചില്ലുകൾ തകർത്ത് അകത്തേക്ക് വീണു. ഗ്ലാസ് ചില്ലുകൾ ചിതറിത്തെറിച്ചു. മഴയും കാറ്റും ആ മുറിയിലേക്ക് ഇരച്ചു കയറി. ഫ്ലാഷ് ലൈറ്റുകൾ അണഞ്ഞു. മുറി വീണ്ടും കൂരിരുട്ടിലായി. എന്റെ കണ്ണുകൾ! എന്താണിത്? ആരെങ്കിലും ഒന്ന് സഹായിക്കൂ! ഇരുട്ടിൽ നിന്ന് ഒരാൾ ഭയത്തോടെ വിളിച്ചുകൂവി. എല്ലാവരും ശാന്തരാകൂ, ആരും ഓടാൻ ശ്രമിക്കരുത്, ലൈറ്റ് തെളിക്കൂ, വേഗം! രാഘവൻ ആ ബഹളത്തിനിടയിലൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. വിറയ്ക്കുന്ന കൈകളോടെ അതിഥികൾ വീണ്ടും മൊബൈൽ ഫ്ലാഷ് ലൈറ്റുകൾ തെളിച്ചു. ആ വെളിച്ചം ചെന്നു വീണത് മേനോന്റെ മൃതദേഹത്തിലേക്കാണ്. പക്ഷേ ആ കാഴ്ച കണ്ട് രാഘവൻ ഞെട്ടിത്തെരിച്ചുപോയി. ഇല്ല, അത് സാധ്യമല്ല! രാഘവൻ അത്ഭുതത്തോടെ മന്ത്രിച്ചു. മേനോന്റെ നെഞ്ചിലുണ്ടായിരുന്ന ആ കഠാര അത് അപ്രത്യക്ഷമായിരുന്നു. രക്തം പുരണ്ട ഷർട്ട് മാത്രം ബാക്കി. ആ കത്തി അതെവിടെ പോയി? ഇപ്പോഴത് അവിടെ ഉണ്ടായിരുന്നല്ലോ! മായ വിറയലോടെ കരച്ചിലിന്റെ വക്കിലെത്തിക്കൊണ്ട് ചോദിച്ചു. അതെ, അതിവിടെ ഉണ്ടായിരുന്നു. ഈ ജനൽ തകർന്ന ആ നിമിഷം, ആ 5 സെക്കൻഡ്, അത് മതിയായിരുന്നു കൊലയാളിക്ക് തെളിവ് നശിപ്പിക്കാൻ. രാഘവൻ പല്ലിറുമ്മിക്കൊണ്ട് പറഞ്ഞു. അയാൾ ചുറ്റും കൂടി നിൽക്കുന്നവരുടെ മുഖത്തേക്ക് ടോർച്ച് വെളിച്ചമടിച്ചു. എല്ലാവരുടെയും മുഖത്ത് ഭയം മാത്രം. ആ കത്തിയെടുത്തത് നിങ്ങളിൽ ഒരാളാണ്. ആരും പുറത്തു പോയിട്ടില്ല. അതുകൊണ്ട് ആ ആയുധം ഇവിടെ തന്നെയുണ്ട്. എനിക്ക് എല്ലാവരെയും പരിശോധിക്കണം, രാഘവൻ കടുപ്പത്തിൽ പറഞ്ഞു. എന്നാൽ അത് കേട്ടതും കൂട്ടത്തിലുണ്ടായിരുന്ന മേനോന്റെ വക്കീൽ അഡ്വക്കേറ്റ് തോമസ് മുന്നോട്ട് വന്നു. താൻ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? ഞങ്ങളെ ദേഹപരിശോധന നടത്താനോ? അതിനുള്ള അധികാരം തനിക്കില്ല. ഇതൊരു പോലീസ് സ്റ്റേഷനല്ല. മേനോന്റെ വക്കീൽ ദേഷ്യത്തോടെ രാഘവന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു. ഇതൊരു പോലീസ് സ്റ്റേഷനല്ല വക്കീൽ, ഇതൊരു ക്രൈം സീനാണ്. ഇവിടെ നിയമം തീരുമാനിക്കുന്നത് ഞാനാണ്. കൈകൾ ഉയർത്തിപ്പിടിക്ക! രാഘവൻ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് തന്റെ തോക്കെടുത്തു. തോക്കിന്റെ സേഫ്റ്റി ലോക്ക് മാറ്റിക്കൊണ്ട് വക്കീലിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ആ നോട്ടത്തിനു മുന്നിൽ വക്കീൽ പതറിപ്പോയി. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത്. നിശബ്ദമായ മുറിയിൽ മേനോന്റെ മൃതദേഹത്തിനുള്ളിൽ നിന്ന് ഒരു ഫോൺ റിങ് ചെയ്യുന്നു. രാഘവൻ മൃതദേഹത്തിനടുത്തേക്ക് നടന്നു. കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ പുറത്തെടുത്തു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ട് രാഘവന്റെ കണ്ണുകൾ ചുരുങ്ങി. അൺനോൺ നമ്പർ. ഈ സമയത്ത് ആരാണ് ഇങ്ങോട്ട് വിളിക്കുന്നത്? രാഘവൻ സ്വയം ചോദിച്ചു. അയാൾ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ സ്പീക്കറിലിട്ടു. മറുതലയ്ക്കൽ വന്നത് മരിച്ചുപോയ മേനോന്റെ ശബ്ദമായിരുന്നു. പക്ഷേ അതൊരു റെക്കോർഡിംഗ് ആയിരുന്നു. ഹലോ രാഘവൻ, സ്വാഗതം. എന്റെ മരണം വെറുമൊരു തുടക്കം മാത്രമാണ്. ഈ ദ്വീപിൽ നിന്ന് ആരും ജീവനോടെ പുറത്തു പോകില്ല. ആ അശരീരി ശബ്ദം കേട്ട് മുറിയിലുള്ളവർ ഭയന്നു വിറച്ചു. കളി തുടങ്ങിക്കഴിഞ്ഞു രാഘവൻ. 6 പേർ, 6 മണിക്കൂർ, ഒരാൾ മാത്രം ബാക്കിയാകും. സമയം എണ്ണിക്കോളൂ. ഫോൺ കട്ടായി. ഡെഡ് ടോൺ ആ മുറിയിലെ നിശബ്ദതയെ കൂടുതൽ ഭീകരമാക്കി. ഇതൊരു പ്ലാൻ ചെയ്ത കൊലപാതകമാണ്. കൃത്യമായ പ്ലാനിംഗ്. ആ കത്തിയെടുത്തത് കൊലയാളിയാണ്. അവൻ അടുത്ത ആളെ കൊല്ലണം. രാഘവൻ മനസ്സിൽ കണക്കുകൂട്ടി. പെട്ടെന്ന് രാഘവൻ തലയുയർത്തി ചുറ്റും നോക്കി. എന്തോ ഒന്ന് ശരിയല്ലെന്നയാൾക്ക് തോന്നി. എല്ലാവരും ഇവിടെയുണ്ടോ? 1, 2, 3, 4. രാഘവൻ ആളുകളെ എണ്ണി നോക്കി. അയാളുടെ മുഖത്ത് അവിശ്വസനീയത പടർന്നു. നിൽക്കൂ, എവിടെ റോയ്? മേനോന്റെ PA റോയ് എവിടെ? രാഘവൻ ഉച്ചത്തിൽ ചോദിച്ചു. എല്ലാവരും ചുറ്റും നോക്കി. അതെ, റോയിയെ കാണാനില്ല. അവൻ ജനൽ വഴി പുറത്തു ചാടിയിട്ടുണ്ടാകും. അവനാണ് ആ കത്തിയെടുത്തത്. അവനെ വിടാൻ പാടില്ല, രാഘവൻ പറഞ്ഞു. അയാൾ തകർന്ന ജനലിലൂടെ പുറത്തേക്ക് ഇരുട്ടിലേക്ക് ടോർച്ച് തെളിച്ചു. അവിടെ ദൂരെ മരങ്ങൾക്കിടയിലൂടെ ഒരു നിഴൽ രൂപം ഓടിമറിയുന്നത് രാഘവൻ കണ്ടു. ഹേ, അവിടെ നിൽക്ക്! രാഘവൻ ഒട്ടും ആലോചിച്ചു നിന്നില്ല. അയാൾ കയ്യിലെ തോക്കുമായി ആ കോരിച്ചൊരിയുന്ന മഴയത്തേക്ക് ഇരുട്ടിലേക്ക് എടുത്തു ചാടി. ഇരുട്ടിലെ വേട്ട തുടങ്ങുകയാണ്. ആരാണ് കൊലയാളി എന്നറിയാനുള്ള വേട്ട.